Welcome to Cutie the Beauty Soap and BS Vinoni Hair Color Shampoo Go presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints and special partner Sopic. ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. എല്ലാവർക്കും ബിലേറ്റഡ് ദിവാലി ഹാപ്പി ദിവാലി വിഷസ്. അതെ, ഈ ഒരു കൊറോണ സമയത്തും എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രകാശം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളുടെ ഷോയുടെ പ്രകാശങ്ങളെ ഇങ്ങോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ പ്രകാശ ഗോപുരം വെൽക്കം ദീപിക്ക് നമ്മൾ മലയാളത്തിൽ പ്രകാശ ഗോപുരം എന്ന് പറഞ്ഞു. ദീപിക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ല ദീപിക്ക്. ഓക്കെ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലൈറ്റ് ഹൗസ് പ്രകാശ ഗോപുരം. ഇംഗ്ലീഷ്. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ നമുക്ക് നമ്മുടെ സൂപ്പർ ഹിറ്റ് ഷോയുടെ ഡയറക്ടറിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സൂപ്പർ ഹിറ്റ് ശിവൻ. ഇങ്ങനെയാണ് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ നമ്മുടെ പൊന്നുകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട് കൈയടിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കും സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസ്സസിലേക്ക്. വൈറൽ കപ്പിൾസ്. അപ്പൊ എല്ലാരും വന്നു. നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് തുടങ്ങാൻ പോവാണ്. ആ സീരിയസ് ആയിട്ടുള്ള കാര്യം എല്ലാരും കേൾക്കോട്ട് പറഞ്ഞു കൊടുക്കിട്ടോ. അപ്പൊ ഇത്രയും നാളും മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ നമ്മുടെ എല്ലാ കപ്പിൾസും ഹോനായി പവനായി ടീം ശരിക്കല്ലേ ഹോനായി പവനായി ടീമായിട്ടാണ് വന്ന് മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല, അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്, ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതാണ് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ടൈറ്റിൽ ആരാണ് സ്വന്തമാക്കുന്നതെന്ന് കാണിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യുന്ന ഗെയിംസ് ഒക്കെ വളരെ നിസാരമായിട്ടുള്ള തമാശ നിറഞ്ഞ ഗെയിംസ് ആണ്. സോ അതിൽ വിന്നിങ് എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് അല്ല നിങ്ങളുടെ എലിമിനേഷനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയോ ഇവിടെ നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ അതിനകത്തുള്ള ഇൻവോൾവ്മെന്റും പെർഫോമൻസും ആയിരിക്കും. അപ്പോൾ പെർഫോമൻസ് എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ മറക്കരുത്. ഈ ഒരു ആവേശത്തിൽ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഈ ഒരു ആവേശത്തിൽ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകണം. ഞാൻ അങ്ങോട്ട് വരാം. എന്തോ വലുത് വരുന്നുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ഈ ഷോയുടെ എല്ലാം എന്ന് പറയുന്നത് ആരാണ്? നമ്മളെല്ലാരുമാണ്. ഇങ്ങനെയൊക്കെ നീ സൂചിപ്പിക്കണ്ട, അതല്ല. നമ്മുടെ ഈ ഷോയുടെ എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. അവരാണ് നമുക്ക് ഇത്രയും നല്ല റേറ്റിംഗ് ഒക്കെ തന്നിട്ട് ഈ ഷോനെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അവര് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റൂ. അവരെന്താ പറയായിരുന്നു, ജിപി ചേട്ടാ ഞങ്ങൾ കുറെ എപ്പിസോഡ്സ് കണ്ടു, അതിനകത്ത് നമ്മൾ കണ്ടസ്റ്റന്റ്സിനെ മുക്കി, ജഡ്ജസിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നിട്ട് ഓരോ ടാസ്കുകൾ തന്നു, പല പല കാര്യങ്ങളും നടക്കുന്നു. ഈ രണ്ട് ആങ്കേഴ്സ് എന്താ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ പാടും. നമ്മൾ പല എപ്പിസോഡുകളിലൂടെ കടന്നുപോയി. നമ്മൾ വളരെ എനർജിയുള്ള സന്തോഷമുള്ള എപ്പിസോഡ്സ് ആയിരുന്നു. പക്ഷെ ആങ്കേഴ്സിന് പണി കൊടുക്കാന്ന് പറയുമ്പോ കണ്ടസ്റ്റന്റ്സിന്റെ മുഖത്തുള്ള ഒരു ആവേശം കണ്ടോ, അവരുടെ ഒരു സന്തോഷം കണ്ടോ. ശരി, നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, നമ്മളോട് മുക്കൽ വേണ്ട. കാരണം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഞാൻ പറയുന്ന അതേ ഡയലോഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പല ആളുകളുടെ ഫോട്ടോയും ഈ LED വാളിൽ വരും. നമുക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കാണെങ്കിൽ മനസ്സിൽ അവരെ കുറിച്ച് നല്ലത് പറയാൻ തുളുമ്പി നിൽക്കുകയാണല്ലോ. നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയാ ആ ഫോട്ടോ കണ്ടിട്ട്. വളരെ സിമ്പിൾ ഗെയിം അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളൊരു ബീപ്പ് അടിക്കും. ആ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോ നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചീത്തത എന്തായിട്ട് എന്തൊക്കെയാ മോശം എന്തൊക്കെയാണോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ വീണ്ടും ഒരു ബീപ്പ് അടിക്കും. അപ്പൊ നിങ്ങൾ വീണ്ടും അവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കുറ്റം പറയുമ്പോ നമുക്കൊരു ഗെയിമിന്റെ കാര്യമില്ല. അതുകൊണ്ട് പക്ഷേ ഉപയോഗിച്ചവരൊക്കെ കുറ്റം പറഞ്ഞവരൊക്കെ പിന്നെ തിരിച്ചു ഞാനൊരു കാര്യം ഞാൻ അങ്ങനെ അധികം പറയാറില്ല. ഇവര് ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കൂ. ഇത്രയും പാവമായിട്ട് ഞാൻ ഈ കുട്ടീനെ ഒരു എപ്പിസോഡിൽ ഞാൻ ആരെയും അങ്ങനെ ഇത് കുറ്റം പറയാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ അങ്ങനെ ആണ്. റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. കുറ്റം മാത്രമല്ല, ഇടയ്ക്ക് നല്ലതും പറയണം. ഇതിങ്ങനെ മാറി ആദ്യം നമുക്ക് ജീവനെ വെച്ച് തുടങ്ങാം. അതെ, അതാ നല്ലത്. അയ്യോ പാപ്പൻ പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാണെന്നൊക്കെ തോന്നും.
പക്ഷേ ആ മനുഷ്യനെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇപ്പൊ തന്നെ വെള്ളം ഇട്ടോണ്ടിരിക്കുന്നത്. എന്താ തേജസ് ആ മുഖത്തേക്ക് നോക്കിയേ അല്ലേ? എന്താ തേജസ് ആ മനസ്സിലെ നന്ന ആ ഡ്രസ്സിലൂടെ മുഖത്തേക്ക് പ്രതിഫലിക്കുമ്പോ ഇത്രയും നല്ലൊരു ചങ്കിനെ നമുക്ക് കിട്ടിയതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷെ ഇതുപോലെ കുതികാല് വിട്ടുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതില്ല. ചക്കര എന്ന് പറഞ്ഞ് ചേർത്തിങ്ങനെ പിടിക്കും. നമ്മൾ വിചാരിക്കും എന്റെ പൊന്ന് നമ്മളെ ഇപ്പൊ ആശ്ലേഷിക്കാനാന്ന്. പക്ഷെ അങ്ങനെ ചവിട്ടി അരയ്ക്കാൻ ഇങ്ങനെ പോലെ മിടുക്കനാണെന്നൊക്കെ ഞാൻ പറഞ്ഞാല് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്. കാര്യം ഞാൻ ചിലപ്പോ ഇല്ലാത്ത പറയും. പക്ഷെ ഈ മനുഷ്യനെ പറ്റി ഒരിക്കലും ഇല്ലാത്ത പറയരുത്. കാര്യം അത്ര പളുങ്ക അദ്ദേഹം, അത്ര ചങ്കല്ല. വെറും നിർത്ത്. ഞങ്ങളെ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തല്ലേ. ഇങ്ങനെ പറ്റി ഞാൻ എന്തൊക്കെ പറഞ്ഞാലോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്ലോറിൽ കയ്യടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഗംഭീര കയ്യടി. അയ്യോ നല്ലത് GP എന്ന് പറയുന്നത് ഭയങ്കര നല്ല, എന്താ പറയാ, നല്ലൊരു നിഷ്കളങ്കമായ ഒരു മനസ്സിന് ഉടമയാണ്. പക്ഷേ അത് വെറും തോന്നല. ഈ സ്റ്റേജിൽ ഈ ഫ്ലോറിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാന്നുള്ളത്. ആ ഡ്രസ്സ്, ആ കണ്ണുകൾ, ആ എന്താ പറയാ അഭിനയ തികവ് നമ്മുടെ മലയാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതാ പുറത്തേക്ക്, തെലുങ്കിലേക്ക്. ഇവിടെ വന്ന് ഒരു ഷോ ചെയ്ത്, ഇവിടെ വന്ന് റിയാലിറ്റി ഷോ ചെയ്ത് നാട്ടുകാർക്ക് വേണ്ടാതെ പറഞ്ഞു വിട്ടിട്ട് നീ അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ മിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് GP. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരെല്ലാരും ഇപ്പൊ ഭയങ്കര ഹാപ്പിയോ. ടിവിയിൽ GPയുടെ ഫേസ് കാണുമ്പോ തന്നെ ചാനൽ മാറ്റുന്നതാണ് എന്നോട് പലരും പറഞ്ഞു. മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറയാം, നിങ്ങൾക്ക് GP ചേട്ടനെ എടുത്ത് കളഞ്ഞൂടെ. എന്താ ഒരു ഐശ്വര്യം ഷോയിൽ വന്നേക്കുന്നത്. GP ചേട്ടനാണ് ഈ ഷോയുടെ ഐശ്വര്യം. മതിയില്ലേ, മതി. DP ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, മനസ്സിലായേ? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മലയാളത്തിൽ നിന്ന് മലയാള ടെലിവിഷനിലേക്ക് ആദ്യമായി വലതുകാല് വെച്ച് വന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസിലൂടെയാണ്. വന്നു കയറിയപ്പോ ഇത്രയും വൃത്തികെട്ട് ഇമ്പാക്ട് തന്ന ഒരു സെലിബ്രിറ്റി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ ഇത്രയും നാളെ TV വരാതിരുന്നതിന്റെ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോഴാണ് വന്ന് കയറിയപ്പോ കിട്ടിയൊരു വൈബ്, ആ ചിരി, ആ പുഞ്ചിരി, ആ നിഷ്കളങ്കത്വം, ഇതൊക്കെ എന്ത് രസമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇവളെ പോലെ ഒരു വൃത്തികെട്ട ദുഷ്ട എന്റെ പോലെ ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു ശരിക്കും യക്ഷി, വെള്ളം ഇട്ടോണ്ടൊന്ന് യക്ഷി എന്നാണ് നിങ്ങൾ വെള്ളം ഇട്ടോണ്ട് വരുന്നവരെ പൊതുവെ പറയാറുള്ളത്. പക്ഷെ മാലാഖ, വെള്ളയും ഇട്ട മാലാഖ അല്ലേ? ആ അദ്ദേഹത്തെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോ തന്നെ നമുക്ക് ഒരെണ്ണക്കുറ്റിയൊക്കെ അടി എടുത്തിട്ടുണ്ടല്ലോ, പാട്ടി അടിച്ച് പുറത്ത് വെക്കാൻ തോന്നും. എന്നോട് ക്ഷമിക്കണേ. അടിച്ച് പൊളിച്ച് തകർത്തു. ഓക്കെ, ഇത് അടുത്ത എനിക്ക് ഇൻട്രസ്റ്റ്, ആവേശം കൂടി. അയ്യോ ഷിട്ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഭാഗ്യമാണ്. എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടാനേ ഇല്ലാന്നോ, ഞാൻ പെട്ടുപോയതാ. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഞാൻ വിചാരിച്ചതാ, കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ, ദൈവമേ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല ഇത്രയും നല്ലൊരു ഭർത്താവ്, ഇത്രയും സ്നേഹമുള്ള ഭർത്താവ്. എനിക്ക് എന്തൊക്കെ വേണം, ഒന്നും വാങ്ങിച്ചില്ലേ മനുഷ്യൻ. ഞാൻ എന്തൊക്കെ ചോദിക്കുന്നറിയോ, ഒരു മേക്കപ്പ് സ്ഥാനം തീർന്നാലോ, ഒരു ഡ്രസ്സ് തീർന്നാലോ, എന്തിനാ അടുക്കളയിൽ ഒരു സവാള അരിഞ്ഞുതരാൻ പോലും വിളിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വരാറില്ല. ഗെയിം കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ക്രിക്കറ്റ് കളിക്കുന്നത് കാണണം, വിരാട് കോഹ്ലിയൊക്കെ മാറി നിൽക്കണം, അത്രയും അസലായിട്ട് എന്റെ കിട്ടിയ ക്രിക്കറ്റ്. അതാണ് ഏറ്റവും വലിയ ശാപം. ഞാൻ ആ ഫോൺ അടിച്ച് പൊട്ടിക്കും. എല്ലാ ദിവസവും ഞാൻ പറയട്ടെ, ഒന്നെടുത്ത് വെക്കാവോ മനുഷ്യ തന്റെ ഫോണെന്ന്. നിർത്ത് ഉള്ളതെല്ലാം വിളിച്ച് പറയും. നിർത്ത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ പൊന്നാണിവൾ. വന്ന് കേറിയപ്പോ മുതല് എന്റെ ജീവിതത്തില് എന്തോരം നല്ല കാര്യങ്ങൾ നടന്നെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ വന്നു കയറി അന്ന് മുതല് ഞാൻ മേളിൽ നിന്ന് ഞാൻ നേരെ പാതാളത്തിലോട്ടാ പോയെ. സാധാരണ പെണ്ണുകളെ കെട്ട് കഴിഞ്ഞാൽ ഭാര്യമാര് വന്ന് കയറുമ്പോ ഒരു ഐശ്വര്യ. ഇവിടെ വന്ന് കയറിയ നാളെ മുതൽ എന്റെ മുന്നോ ഭാഗ്യത്തിന്റെ ഒരു കളിയായിരുന്നു.
ആ ഞാൻ ആദ്യം ഒരു പോളോ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിലും വില കൂടിയ വണ്ടി എടുക്കുന്നു. അങ്ങനെ വെച്ചടി മുകളിലേക്ക് കേറിയിട്ട് ഒറ്റ വീഴ്ചയായിരുന്നു. ഇപ്പൊ വന്നു നിൽക്കുന്ന അറിവൂടാ. ഞാനൊന്ന് മര്യാദക്ക് ഷോ ഒക്കെ ചെയ്ത് നന്നായി വരുമായിരുന്നു. അപ്പൊ അദ്ദേഹം കിട്ടി എന്റെ കോയാങ്കറായിട്ട്. പക്ഷെ എന്താ രസം കൂടെ എന്ന് നമ്മളൊന്നിങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി തന്നെ ഇട്ടോളും അല്ലെ. നമ്മളിങ്ങനെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ എന്ന് പറയും അല്ലെ. കൂട്ടത്തിൽ ഇത്രയും സപ്പോർട്ട് തരുന്ന ഒരു വൃത്തികെട്ട പെണ്ണ്. അതായത് നമ്മളിങ്ങനെ വാനോളം അങ്ങ് പൊക്കും. നീ ചെയ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ കാര്യമില്ല. നാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മളെ വളരെ ഡീസന്റ് ആയിട്ട് കൊണ്ടുപോകും. എനിക്ക് എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു സ്പേസ് തരാൻ ഇവള് കാണിക്കുന്ന മനസ്സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്ത കലിയ. ഇവൾ ഉള്ളിലുള്ള കുറ്റം മൊത്തം എന്നെ പറയും ചെയ്യും. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ചെയ്യും. കൺട്രോൾ. ദൈവമേ, ഇതിനകത്ത് അപർണയുടെ എക്സ്പ്രഷൻ കണ്ടിരുന്നു. ഇത് ബസറടിച്ചിട്ട് നിർത്താത്തതാ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ മാത്രമായിരിക്കും ബസറടിക്കുന്നതിന് മുമ്പ് നിർത്താത്തത് അല്ലേ. ബാക്കി എല്ലാവരും ഞാൻ മതി എന്ന് പറഞ്ഞില്ലേ, ഇത് ഞാൻ നിർത്തിയില്ലല്ലോ. എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പറയാൻ. അല്ല, അത് മാത്രമല്ല, പലതവണയും പോസിറ്റീവ് പറയേണ്ട സ്ഥലത്ത് നീ നെഗറ്റീവ് തന്നെയാ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കണ്ട് നമ്മളെല്ലാവരും ആസ്വദിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് നമ്മുടെ DP-നെ ഞാൻ ഫ്ലോറിലേക്ക് ക്ഷണിക്കുന്നു. എന്തിനു തയ്യാറായി നിൽക്കുള്ളൂ DP? ആദ്യം താളെ കൊടുക്കാം നമുക്ക്. ഓക്കെ, DP നോക്കൂ. ഓക്കെ, നല്ലത്. ഇതുപോലൊരു ഡെയറിങ് ഒരു ആക്ടർ ഞാൻ അഭിനയിച്ചിട്ടില്ല. സോ ഹീസ് വെരി ഹാൻസം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതുപോലെ എന്നെ കൊണ്ട് ആ ഫുൾ സിനിമ സെറ്റിൽ എല്ലാരെയും കൊണ്ട് ഇതുപോലെ പണിയെടുപ്പിച്ച ഒരാൾ മനുഷ്യൻ വേറെ ഇല്ല. വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ നല്ല വർക്ക്ഔട്ട്, എന്താ നല്ല ബോഡി, എന്താ നല്ല ചിരി, എന്താ നല്ല സ്കിൻ, ഇതുപോലത്തെ ഹാൻസം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. DP സൂപ്പർ ആയിട്ട് ചെയ്തു. ഇനിയും ഈ പണിയൊക്കെ നമുക്ക് എല്ലാവർക്കും തന്ന മിസ്റ്റർ GP മഹാരാജ്. GP അംഗം തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ആൾ എന്ന് ഞാൻ ഇയാളെ വിളിച്ചതാ. ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാറിയോ? ഒരു സാമദ്രോഹിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞു. ഒരു പടത്തിന് അയാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ ഒരു പടം ചെയ്താൽ മതി, ഇനി വേറൊരു പടം നീ എന്റെ കൂടെ ചെയ്യണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഇനി ഒറ്റയ്ക്ക് പടം ചെയ്തോ എന്നാണ് അയാൾ പറയുന്നത്. അത്രയ്ക്കും നല്ല മനുഷ്യനാണ്. എന്ന് വെച്ചാൽ കൂടെ അഭിനയിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റിൽ ഞാൻ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അദ്ദേഹം ഒരു ചിരി അങ്ങോട്ട് തരും. എന്നിട്ട് ആ ചിരി അങ്ങോട്ട് തന്നിട്ട് ഒരു ഒറ്റ പോക്ക. ഒരു സംസാരമില്ല, ഒരു മൈൻഡ് ചെയ്യലുമില്ല, ഒരു കാര്യമില്ല. ഈ ഇറങ്ങിപ്പോക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചാടയാന്ന്. എന്തിനാ മിഠായി വാങ്ങാൻ പോവാണ് നമുക്കിങ്ങനെ ഓരോന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ സ്വീറ്റ്സാ കൊണ്ടുവരാറിയോ? ചൂക്കർ വന്ന് ചാവട്ടെ ഇവൻ, അതാണ് പുള്ളിയുടെ വിചാരം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ കയറി പോകുന്ന പുള്ളിക്ക് ഒരു തോന്നലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും രീതിയിൽ അത് എങ്ങനെ നിർത്താൻ പറ്റുമോ അങ്ങനെ നിർത്തുക എന്നുള്ളതാണ്. ആ ഒരു നിർത്തൽ എപ്പോ നിർത്തുന്നോ അപ്പൊ ഞാനും നിർത്തും. മനസ്സിലായില്ലേ? നിർത്തിയില്ലെങ്കിൽ എന്റെ കാര്യം നോക്കാം. ഇനിയിപ്പം ഹൈദരാബാദിലേക്ക് പോകണ്ട. ഇതേ നിങ്ങള് താഴെ തെലുങ്കിൽ സബ് ടൈറ്റിലൂടെ കൊടുക്കുമോ? ഒരു മിനിറ്റ്. എടാ, സബ് ടൈറ്റിൽ ഒന്നല്ല. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഓൾ കേരള അല്ലു അർജുൻ ഫാൻസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാണുമ്പോ മുഴുവൻ എപ്പിസോഡും കണ്ടിട്ട് വിലയിരുത്തണം. ഇതിന്റെ കുറെ കഷ്ണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ നിങ്ങൾ ചീത്തവിളിയായിട്ട് വരരുത്. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം. എനിക്കും നമ്മളിവിടെ പല ടാസ്കുകളും നടത്തി. എല്ലാവരും ഇത്രയധികം ചിരിച്ചൊരു ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ അർമാദിച്ച് ചിരിക്കുകയായിരുന്നു അല്ലെ. പ്രത്യേകിച്ച് സുമിത്ത്. എനിക്ക് മാത്രം എന്താ എത്ര കൂടുതൽ ചിരി? സുമിത്തിന് അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാ മതി. അയ്യോ, അത് പറ്റില്ല. ഇവിടെ പറ്റില്ല എന്ന് പറയുന്നൊരു വാക്കില്ല. ഇവിടെ ഒരു ഫോട്ടോ ഇട്ട് വരും. കുറ്റം പറഞ്ഞു, നല്ലത് പറഞ്ഞു. ആ ഫോട്ടോ വരട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണ് നമ്മുടെ ലക്ഷ്മി. കാരണം സഞ്ജുവിനെ കൊടുത്ത ബ്രോക്കർ വേണം പിടിച്ച് തല്ലാനായിട്ട്. കാരണം ആ ബ്രോക്കർക്ക് ഇത്രമാത്രം ദേഷ്യം ആ സഞ്ജുവിനോട് ഉണ്ടായി എന്നുള്ളത് എനിക്ക് എന്തോ സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവൾ ആ കണ്ണ് കാണുമ്പോ എന്താ ഒരു ക്യൂട്ട്നെസ് നോക്ക്. ആ ചിരി, അയ്യോ, എന്റെ അമ്മൂട്ടിന് അടുത്തുണ്ടായി പോയി. എനിക്ക് ഇനി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നാവുണ്ട്, ഒരു 4 മുഴം നാവ്. ഷോ, അത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരാള് പിന്നെ അടുത്ത് പോലും നിൽക്കില്ല. എന്റെ സഞ്ജുമോനെ ഇടയ്ക്ക്
മാനസികമായിട്ട് ഹീമ മൈക്ക് വാങ്ങിക്കോ ബാക്കി ഹീമ പറഞ്ഞു. മാനസികമായിട്ട് കണ്ടിന്യൂ. മാനസികമായിട്ട് അത് തന്നെ സഞ്ജു ചേട്ടനെ മാനസികമായിട്ടും അങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ് നമ്മുടെ ലക്ഷ്മി. പക്ഷേ അവളുടെ നാക്ക് ഒരു വകയ്ക്ക് കൊള്ളില്ല. അവൾ ഒരു വാക്ക് അങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നാൽ അവളൊരു ഉറ്റ സുഹൃത്താണ്. എനിക്കല്ല, എന്റെ എല്ലാ കണ്ടസ്റ്റൻസും വലിയൊരു കൂട്ടുകാരിയാണ്. എന്ത് ചോദിച്ചാലും ഒന്നും തരത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് ഡ്രസ് ഇട്ടാലും അതേപോലെ കോപ്പി അടിച്ച് വേറൊരു ഡ്രസ് ഇട്ടോണ്ട് വരും. ആ സ്വഭാവം അവളോട് മാറ്റാൻ പറയണം. പിന്നെന്ന് പറയാനില്ല, അവള് പാവാണ്. എനിക്ക് എപ്പോഴും എന്നെ വിളിച്ചോണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം, അവള് നന്നായിട്ട് അഭിനയിക്കും. നല്ല രീതിയിൽ, നല്ല രസത്തിൽ, പക്ഷേ ജീവിതത്തിൽ ഇടയ്ക്ക് അഭിനയിക്കാറുണ്ട്. അതല്ല ഇനി കൂടുതലൊന്നും പറയണ്ട. ഉള്ളതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഓക്കെ ജീവ, ഈ ഒരു ഗെയിം നമ്മൾ എല്ലാ കളിയിലും വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും കാര്യത്തിൽ തീരുമാനമാവും. അതെ, ഏറെക്കുറെ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ? ഓ, നിങ്ങളല്ലേ ഇത് തുടങ്ങിയത്? മറ്റേ കാര്യം ഉണ്ടായിരുന്നോ? നമുക്ക് അവരെ പണി കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോയാൽ പോരായിരുന്നോ? അതാ സുമിത്തിന് എന്തോ പറയൂ. എന്താണെന്നറിയോ, നമ്മുടെ ഡയറക്ടർ സാറിനും കൂടി ഈ ഒരു ഗെയിമിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ വളരെ ജനറലായിട്ടുള്ള ഒരു സജഷനാണ്. എന്റെ സംഭവം ഡയറക്ടർ ചെയ്യാറില്ല, ചെയ്യിപ്പിക്കാറേ ഉള്ളൂ. ചെയ്ത് കാണിച്ചു. ഫോട്ടോ വരട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ മിമിക്രി വേദിയിൽ കണ്ടിട്ടുള്ള ഒരു വലിയൊരു നടനാണ് ഇദ്ദേഹം. കാരണം മിമിക്രിക്കാരുടെ അഭിമാനമാണ് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് എനിക്ക് സിനിമയിൽ അവസരം തന്നെ നഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുതിച്ചു കയറി വരുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ ഞാനാണ് മുമ്പിൽ വരേണ്ടത്. പക്ഷെ ഇദ്ദേഹം വന്നിട്ട് എന്റെ അവസരങ്ങളൊക്കെ തടഞ്ഞ് നടന്നിട്ടുണ്ട്. എങ്കിലും എന്നെ പല പടങ്ങളിലും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തിൽ എനിക്കൊരു നല്ല വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവന്റെ വൃത്തികെട്ട സ്വഭാവം കാരണം ആ പടത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വേറൊരു ഊള ആർട്ടിസ്റ്റിനെ കയറ്റാണ് അഭിനയിപ്പിക്കാണ്. എന്തുകൊണ്ട്? എന്റെ സ്ഥാനം താഴെ കളയണം എന്നുള്ളൊരു ഉദ്ദേശം അവനില്ല. എന്താ കാരണം? എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് സുരാജ് വഞ്ഞാറമൂടിന്. ഞാൻ സുരാജ് വഞ്ഞാറമൂട് അത്രയ്ക്ക് ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ വേദിയിൽ നിന്ന് വെള്ളമടിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നെ വെള്ളമടിച്ച് ഈ മനുഷ്യൻ ചീത്ത വിളിച്ച ചീത്തക്ക് ഞാനൊരു അവന്റെ വീട്ടിൽ കയറി ഇടിച്ചിട്ടുണ്ട്. അറിയാവുന്ന നിങ്ങൾക്ക് അവന്റെ പെണ്ണുങ്ങളെ ചെരവക്കടിച്ച പാട് ഇപ്പോഴും എന്റെ മുഖത്തുണ്ട്. പക്ഷേ എന്നെ ഭക്ഷണം വാരി തന്നിട്ടാണ് ആ പെങ്ങൾ എന്നെ വിട്ടത്. അത്രയ്ക്ക് നിഷ്കളങ്കയായ ഒരു ഭാര്യയാണ് സുരാജിന് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എവിടെന്ന് വരുന്നു? ഈ ഒരു സാധനം ഇതുപോലെ കട്ട് ചെയ്ത് എനിക്ക് സുരാജേട്ടൻ അയച്ചു കൊടുക്കണം. വൈദവേ, നമ്മളുടെ ഈ ഒരു ഫുൾ ആളുകളുടെ അടുത്തും സുരാജേട്ടൻ അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. സുരാജേട്ടനും സുരാജേട്ടന്റെ വീട്ടിലെ എല്ലാവരും നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷോ കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇതങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 വാക്ക് സുരാജേട്ടനെ പറ്റി പറയാൻ ബിനുചേട്ടനോട് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മത്സര ചൂടിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ ആ പോസ്റ്ററിൽ നിൽക്കാം. ഷിറ്റോന്റെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി? നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഈ ടാസ്ക് ഇവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ കപ്പിൾസിനേക്കാൾ മുമ്പ് ഒരു മഹത് വ്യക്തിയെ, ഒരു മഹനീയ സാന്നിധ്യത്തെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കണം. നമ്മുടെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ, സൂപ്പർ ഹിറ്റ് ശിവൻ. Come on. സൂപ്പർ ഹിറ്റ് ശിവൻ ഇവിടെ വന്നിപ്പുണ്ട്. എന്തിന് തയ്യാറായിട്ട്? ഓക്കെ, ഈ സീരിയസ് ആയിട്ടിരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ തപസിളക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ സീരിയസ്നെസ് അലിഞ്ഞില്ലാതാക്കണം, ചിരിപ്പിക്കണം. അതെ, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു പാട്ട് വരും. ആ പാട്ടിന് ഇദ്ദേഹം ചിലപ്പോൾ 2 ചുവടുകളൊക്കെ വെച്ചെന്നിരിക്കും. ഇദ്ദേഹം ഒരു പൊസിഷനിൽ നിൽക്കും, ഞാൻ നിന്ന പോലെ. ആ പൊസിഷനിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ ചിരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമുക്ക് ആരെ വിളിക്കണം? പുള്ളിയെ ചിരിപ്പിക്കണം, അതാണല്ലോ. ഒരാൾ അവിടെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി. ദേഹത്ത് തൊടാനോ ഇക്ലിയൊക്കെ അത് ആഗ്രഹിച്ചിരിക്കല്ലേ. ഇക്ലിയൊക്കാനൊന്നും പാടില്ല. ആടില്ലേ? ഇല്ല, ഞാൻ ചിരിക്കൂല. ഓക്കെ, പാട്ട് വരട്ടെ.
സർ എനിക്ക് സാറിന് സിനിമയിൽ ചാൻസ് തരുമോ സർ? സർ ഹഗ് ചെയ്യാൻ നിൽക്കുവാണോ സർ? പ്ലീസ് സർ ഒരു ചാൻസ് തരൂ സർ. സർ ഞാൻ നല്ലോണം അഭിനയിക്കും സർ. മനസ്സ് മറ്റത് കൊച്ചേ മുമ്പിൽ സർ പ്ലീസ് സർ. സാർ ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ? സാർ അത് എന്നോട് പറഞ്ഞാൽ എനിക്കൊരു ചാൻസ് തരാവുന്ന. പിന്നെന്താ സാർ ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് വൈദ്യ എനിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് സാറേ, കഷ്ടമുണ്ട് സാറേ. ഒരു ചാൻസ് ഇല്ല ചോദിച്ചു. സാറിന്റെ കുടുംബം എഴുതി തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു പൊണ്ണ് സാറേ, ഒന്ന് ചിരിക്ക് സാറേ. ഒരു നോട്ടെന്താ? ലക്ഷ്മി നന്നായിട്ട് ട്രൈ ചെയ്തു. ലക്ഷ്മിക്ക് ഒരു നല്ല കൈഡി. അടുത്ത ആരെ വിളിക്കും? ലക്ഷ്മി. അതെ, ലക്ഷ്മി തോറ്റ് പിന്നാറിയ ഈ ഒരു വേദിയിലെ നമ്മള് ബിബിനെ വിളിക്കുന്നു. ലക്ഷ്മിയെ പോലെ ഒരാൾ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്തതിനു ശേഷമാണ് ബിബിൻ വരുന്നത്. പക്ഷെ ബിബിൻ എന്ത് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ചെറുതല്ല. അതാ ഭാരം തന്നെയാണ്. ആണ് അഭിനയിച്ച് ചിരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് കോസ്റ്റ് കാണിച്ചാൽ സാറേ, സാറിന്റെ പടത്തിൽ ഒരു ചാൻസ് കിട്ടുന്ന വേണ്ടി വന്നാ. എനിക്ക് വലിയ അഭിനയിക്കാനൊന്നും വലിയ വശമല്ല. അതറിയാലോ. എന്നാ പിന്നെ നിൽക്കണ്ട പൊക്കോ. ഞാൻ വീട് വെക്കുമ്പോ നീ അവിടെ നിന്നാ മതി. സാറേ, ഞാൻ മമ്മൂട്ടിയുടെ സൗണ്ട് എടുക്കും. എന്നാ നിന്നെ ഞാൻ അപ്പ തല്ലു. എടുക്കും സാർ, അത്യായിട്ട് എടുക്കും. മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എനിക്കെല്ലാമായിരുന്നു എന്റെ മേഴ്സി. നീ ഡി പി വിളിക്കാനാണ്. അതെ, ഡി പി ഹിമ. സുമിത്തേ, അതെന്തായിരുന്നു എഴുന്നേറ്റ് എന്നൊരു ആവേശം? അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള പ്രാർത്ഥന ഫലിച്ചതിന്റെ ഒരു സന്തോഷം. അതിന്റെ സന്തോഷമാണ് ഇങ്ങോട്ട് മാറിയിട്ട് സന്തോഷം. ഓക്കെ, സോങ് പ്ലീസ്. ഞാൻ ജാക്സണല്ലടാ ന്യൂട്ടൺ. ഓ, ഇത് കലക്കി. നല്ല പോസ്. ചേട്ടാ, അനിയാ എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നുന്നില്ല. അനിയാന്ന് വിളിക്കണത് തോന്നണില്ല. പല്ല് കണ്ടിട്ടുണ്ടോ? എന്റെ ഹൈലൈറ്റ്. പഞ്ചായത്തിലെ എല്ലാവരുടെയും പല്ലെടുത്തോണ്ട് വന്നേക്കാണ്. ചേട്ടാ എന്നെ നോക്കി, എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരി വരുന്നില്ല. നിന്റെ മുഖത്ത് നോക്കി അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു. സുന്ദരിയായി എന്നെ കണ്ടിട്ട് ചിരിക്കാൻ തോന്നില്ല. ഒരു പുഞ്ചിരി, ഞാൻ അതല്ലേ ചോദിക്കുന്നുള്ളൂ. പ്ലീസ്. ഓ, അമ്മൂട്ട് വന്നിട്ട് നടന്നില്ല. ഡയറക്ടർ സാറിന് ഒരു ഉഗ്ര കൈ കേട്ടോ. ഒരു രക്ഷയിൽ ആര് വിചാരിച്ചിട്ടും ചിരിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അടുത്തത് ആരാണ് ഡയറക്ടർ സാറിനെ ചിരിപ്പിക്കാനായിട്ട് വരുന്നത്? ഡി പി. ഡോണക്കുട്ടി. ഡോണ, ചിരിപ്പിക്കുവോ? ഞാൻ ചിരിപ്പിക്കാം. ട്രൈ ചെയ്യും. ട്രൈ ചെയ്യും. ഇതുവരെ 2-3 പേര് വന്നിട്ട് നടന്നില്ല ഡോണ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ദൈവം കൂടെ ഉണ്ടാവട്ടെ. സാർ പാട്ട് എടുത്ത് സാർ. സോങ് പ്ലീസ്. ചുമ്മാ കേളി. நான் தாண்டா இனிமேல் வந்து நின்னா தர்பாரு உன்னோட கேங்கு நான் தாண்டா லீடு எல்லாம் என் வரலாறு பார்த்தவன் நாம் பல பேரு உன்னோட பேட்டைக்கு நான் தாண்டா நாடு. കമോൺ ഡോണ, റെഡി ആയിട്ടുണ്ട്. തുടങ്ങിക്കോ. ചേട്ടനൊരു വിചാരമുണ്ട് ചിരിക്കില്ലാന്ന്. പക്ഷെ ഞാൻ ചിരിപ്പിച്ചിരിക്കും കേട്ടോ. ഇതിപ്പോ എന്റെ ചേട്ടനാണെങ്കിലുണ്ടല്ലോ ഒരൊറ്റ ഇടിക്കാൻ ചിരിപ്പിച്ചേനെ. മനസ്സിലായോ? ചേട്ടൻ ഈ വയറ് കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
സത്യം പറഞ്ഞാൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഞെക്ക് തന്നെ. ചേട്ടാ ഒന്ന് ചിരിക്കേട്ടാ. ചേട്ടാ എന്നാ ചേട്ടാ ഇങ്ങനെ മാത്രം പിടിച്ചേക്കണേ. ചേട്ടാ 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 എന്നെ മോൻ കണ്ടിട്ട് ചിരിക്കാൻ തോന്നല്ലേ ചേട്ടാ? ഓ ഇയാൾ ഭയങ്കര വാശിയിലാണേ. ആ ഇതും കഴിഞ്ഞ് കാണൂട്ടോ, നമ്മൾ കാണും. എന്നോട് പറഞ്ഞൊക്കെ ഞാൻ എല്ലാവരും വിളിച്ചു പറയും. അതല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ, പറഞ്ഞതെല്ലാം വിളിച്ചു പറയും. എന്താണ് പറഞ്ഞത്? ഇതാണ് കുടിച്ച വെള്ളത്തിൽ ഇവളുമാരെയൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇതുവരെ ചെയ്തവരിൽ ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നത് ഡോണയാണ്. നിങ്ങൾ ആർക്ക് വരണം? നിങ്ങളുടെ ആഗ്രഹം? രഞ്ജിത്ത് രഞ്ജിത്ത് പാട്ടിട്. അതെ, കഴിഞ്ഞ എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ എന്റെ വയറിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും നിങ്ങളവിടെ ചുമ്മാ ഇരിക്കുക. ഒന്ന് നോക്കിക്കോട്ടെ ആർക്കാ വയറ് കൂടുതൽ. സത്യം മിനിച്ചേട്ടാ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വയറ് കൂടുതലുള്ള ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നു. നിങ്ങളത് പിടിച്ചു വെച്ചേക്കുക. എന്തിനാ അതൊക്കെ പിടിച്ചു വെക്കുന്നത്? മനസ്സിലുള്ള വികാരങ്ങളെ പുറത്തോട്ടുകൂടെ എന്റെ കൊച്ചു കള്ളാണ്. രാരി രാരി രേ രാരി രാരി രോ. ഒരു ഗർഭിണി മറ്റൊരു ഗർഭിണിയെ പാട്ടുപാടി അസാന്തം. പണ്ട് എന്റെ വിളിച്ചേട്ടാ, നമ്മൾ പണ്ട് അടിമാലിയിൽ പള്ളിയിൽ പോയിട്ട് പ്രോഗ്രാം കാണാൻ നേരം അനൗൺസ്മെന്റ് കേൾക്കും ചിരിച്ച കല ഉറക്കുന്നുണ്ടോ? പ്രിയമുള്ള മുള്ള മുള്ള കലാ സ്നേഹികളെ, ഇവിടെ 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 ഒരു നാടകം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അടിമാലി മാലിമാലി പള്ളി സിവമി ഭാരവാഹികളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഒറ്റ പ്രശ്നം, നിങ്ങൾ വിമുഖകാരം ഞാനും വിമുഖകാരം. ഒറ്റ നാടിന്റെ സ്വരം എടുക്കാം, അത് കറക്റ്റ് ആയി ചിരിക്കണം. ഉറപ്പാണോ? മോളെ സൂബി, നീ ഒരു വികാര ജീവിയാണ്. നീ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പോകുമെങ്കിൽ നിനക്ക് ഞാൻ ആനെ വാങ്ങിത്തരും, ചേന വാങ്ങിത്തരും, മിട്ടം വാങ്ങിത്തരും. അല്ലെങ്കിൽ നിന്നെ ഞാൻ ബാലകലോത്സവം ചെയ്യും. എന്നെ പിള്ളേരെയാണ്. ആണോ? ഇങ്ങനെ ചിരിപ്പിക്കാനൊന്നുമല്ല, മറ്റേ സാധനം കിട്ടേ. ഞാൻ പോവാ. ഇതിനിടയ്ക്ക് രഞ്ജിത്തിന്റെ അനൗൺസ്മെന്റ് ആരും ശ്രദ്ധിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു. അതിനൊരു നല്ല കൈയടി. എല്ലാവരും തോറ്റ സ്ഥലത്തേക്ക് അവൻ വരുന്നു. ഒരേ ഒരു രാജാവ്. നമ്മുടെ ഡയറക്ടർ സാറ് ചിരിപ്പിക്കാൻ ട്രൈ ചെയ്താൽ രാജാവ് ചിരിക്കാൻ നിൽക്കോ? ഞാൻ ചിരിക്കൂല. ഉറപ്പാണോ? തിരിച്ചത് കൊടുത്ത് നോക്കിയാലോ? ഒന്ന് അതൊന്ന് നോക്കാം. നമ്മുടെ രാജാവ് ചിരിക്കാൻ നിൽക്കുമോ നോക്കാം. അപ്പൊ രാജാവിന് ഇതുപോലെ പാട്ടിട്ട് തരും. രാജാവ് ഒരു പോസ് നിൽക്കുക. രാജാവിന്റെ ഡാൻസ്. അതെന്നാ നീ വാ പൊളിച്ചിട്ട് അപ്പൊ തന്നെ അടച്ചു കളഞ്ഞു. അയ്യോ, ഒരു സെക്കൻഡ് രാജാവേ, വെറും 2 സെക്കൻഡ്. പിന്നെ സ്റ്റാച്ചു ആയിട്ടില്ലായിരുന്നു, അപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇല്ല, ഞാൻ നിന്നിട്ടില്ലായിരുന്നു. എനിക്കൊരു അഭിപ്രായമുണ്ട്. രാജാവിന് ഇനി അവസരമില്ല. വേറെ ആർക്ക് വന്ന് നമ്മുടെ ഡയറക്ടർ സാറ് ചിരിക്കാൻ പറ്റും. സഞ്ജു. ഓക്കെ, സഞ്ജു കയറി. പാട്ടിടും, ഡാൻസ് കളിക്കണം. ഏത് പോസ്റ്റിലാണോ വരുന്നത് അവിടെ പ്രൈസ്. ഓക്കെ, സഞ്ജുവിന്റെ സോങ്.
ആദ്യം ആണായിട്ട് വന്നിട്ട് നീ എന്തിനാ സിൽക്ക് സ്മിതയായത്? നിന്റെ പെണ്ണുമ്പിളനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? ഒരുപാട് സ്നേഹിക്കുന്നു. എടാ കൊലന്നോണ പറയില്ലടാ കാല. സത്യം പറ, നിന്റെ പെണ്ണുമ്പിളനെ പ്രണയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നു? പറ, സത്യം പറ. പറഞ്ഞോ, കുഴപ്പമില്ല, അവളൊന്നും പറയില്ല. പറഞ്ഞോ, പറ. എനിക്ക് പ്രണയമില്ല. പ്രണയമില്ലായിരുന്നു. പ്രണയമില്ലായിരുന്നോ? ജനിച്ച പിന്നെ ആദ്യമായിട്ടാണ് ഇതിനെയാണ് നീ കല്യാണം കഴിക്കണം? സത്യം പറഞ്ഞാൽ ഇതിപ്പോ കംഫർട്ട് സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ കറക്റ്റായി. അതായത് 25 പൈസ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് മാറാന്ന് പറഞ്ഞ് ഓടി നീ കംഫർട്ട് സ്റ്റേഷനിൽ പോയി നിൽക്കൂലേ? നിൽക്കുമ്പോ അതിനകത്തിരുത്തൊരുത്തൻ വാട്സപ്പ് നോക്കുന്നു. അതേ ഫീലിൽ നിൽക്കുന്ന സമയത്ത് നീ ഞെളിവിരി കൊണ്ട് നിൽക്കണ നിപ്പല്ലേ നീ നിൽക്കണേ? അടിപൊളി സഞ്ജു, അടിപൊളി. എനിക്ക് 1-2 തവണ സഞ്ജു ഇങ്ങനെ എന്റെ ശിഷ്യനാവാൻ ഇവന് യോഗ്യനാണ് കേട്ടോ. ചിരിച്ചായിരുന്നോ? ഞാൻ ചിരിച്ചു, കുറെ ചിരിച്ചു. പക്ഷെ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ഒന്ന് ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആരും ചിരിക്കില്ല. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട രഞ്ജിത്ത് പെർഫോമൻസ് അതായിരുന്നു. കുറച്ചുകൂടെ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവാം ഒരാൾക്ക്, പിന്നെയും ചിരിക്കാനും തോന്നാൻ പറ്റുന്ന കാര്യങ്ങൾ അതായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ ഞാനൊക്കെ ചെറിയ കാര്യത്തിന് ചിരിക്കുന്ന ആളാണ്. നിസ്സാര കാര്യം മതി. ഞാൻ ഇവരെ കാണിച്ച സാധനങ്ങളൊന്നും മോശമായിട്ടല്ല. പക്ഷേ നമ്മളിവിടുത്തെ ടാസ്ക് അതായത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നതാ. എനിക്ക് ചെറിയ കാര്യം മതി ചിരിക്കാൻ, ചിരിച്ച് മറിയും. അപ്പോ ഒരുപാട് ടാസ്കുകൾ നമ്മൾ ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഫ്ലോറിൽ ചെയ്തു. ഒരുപാട് ചിരിയും കൈഡിയും കിട്ടി. പക്ഷെ ചിരിപ്പിക്കാനായിട്ട് നമ്മളൊരു ടാസ്ക് ചെയ്തപ്പം അതിന് ചിരിയും വന്നില്ല, കുറച്ച് കൈഡിയും കിട്ടി. പക്ഷെ ഇത് നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതെ, ചിരിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ചിരിപ്പിക്കാനായിട്ടുള്ള പുതിയ ഐറ്റം ആയിട്ട് ഞങ്ങൾ ബ്രേക്ക് കഴിഞ്ഞ് വരാം. ഇപ്പൊ പതുക്കെ പോയി റീഫ്രഷ് ആയി പഴയ കുറെ കൗണ്ടറൊക്കെ എടുത്ത് നോക്കാം. നമ്മൾ കുറെ സ്പെഷ്യൽ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിലൊരു സ്പെഷ്യൽ കാര്യം നമ്മളിപ്പം പറയാൻ പോവാണ് അല്ലേ ഷിട്ടു? പുതിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇവരുടേതായിട്ടുള്ള ഒരുപാട് വൈറൽ വീഡിയോസ് ഓൾറെഡി സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ആ വീഡിയോസ് ഒന്നുകൂടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു വേദിയിൽ. അതിന് നമ്മളൊരു പുതിയ റൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട്. അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ടിലെ ആദ്യത്തെ കപ്പിൾ ആരാണ് ഷിട്ടു? ആദ്യം വരുമ്പോ ചെറിയ ആളെ ഒന്നും നമ്മൾ കൊണ്ടിരുത്തില്ല, നമ്മള് രാജാവിനെ തന്നെയാണ് ഇറക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സൂപ്പർ റൗണ്ടില് വരാൻ പോകുന്നത് മീത്തും മിറിയാണ്. വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. അയ്യോ, നമ്മുടെ കോളേജ് ഡേയ്സ് ഒക്കെ എന്തൊരു രസമായിരുന്നെടാ. ഹസ്ബൻഡ് എന്തേ മെറി? ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ഇതാണ് എന്റെ ഹസ്ബൻഡ്, വലിയ ഉദ്യോഗസ്ഥനാ. ഓ ഐ സീ. ചാടിയോ? ചാടി എറിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. വായിക്കൊല്ല പവിത്ര പോലത്തെ കൊറേ പെണ്ണുങ്ങളുണ്ടല്ലോ. ഞങ്ങള് മെറിയുടെ ഫ്രണ്ട്സാ. ആണോ? പക്ഷെ ഇവരൊന്നും നമ്മളെ മംഗലത്തിന് വേണ്ടിട്ട് നിങ്ങളല്ലേ എടിയൊന്നും വന്നിട്ടില്ല. മംഗലം മാരേജ്. അല്ല നിങ്ങൾ ചോറെല്ലാം ബീച്ചാ? ബീച്ചോ കഴിച്ചോ? പുള്ളിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ, മിത്തിന്റെ സംസാരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരായിരുന്നല്ലോ. ഇവിടെ വന്നതിന് ശേഷം ഈ ലോക്കൽസിനോട് സംസാരിച്ച ലോക്കലാണോ? ഹലോ, കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഇത് കട്ടാക്കിയത്? നല്ല മജിയായിട്ട് വന്നേന് കുറെ പെമ്പിള്ളേരോടല്ലേ വർത്താനം പറയുമ്പോ. മിത്തേട്ടൻ നോക്കൂ, എന്റെ ഫ്രണ്ട്സിനോട് നല്ല രീതിയിൽ സംസാരിക്കണം. ബേച്ചോ പോയിനോ വന്നിനോ വാഴക്കൊല അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എന്റെ ഭാഷക്ക് എന്നാടി കുഴപ്പം അവിടെ തന്നെ കുഴഞ്ഞു. മര്യാദക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, വായ തുറക്കരുത്. മനസ്സിലായോ? ഹായ് സലോ. എന്ത് പറ്റി മെറി? നെറ്റ്വർക്ക് കട്ടായോ? അതെ, നെറ്റ്വർക്കിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇടാ. ഓക്കെ. എന്റെ മേത്തത് ഒരു വണ്ണായോ? വണ്ണായി
കണ്ട ഇവളൊരു പരിഷ്കാരം വണ്ണായ പോലും ജലന്തിക്ക ഇവള് വണ്ണായ എടുത്ത് ചാട് ഇതൊക്കെ പറയുന്നത്. ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. സ്ക്രിപ്റ്റ് വൈസ് ഇതിനകത്ത് നിങ്ങൾ കൊണ്ടുവന്ന ചെറിയൊരു ത്രെഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പേടിക്കുമ്പോൾ അവരുടെ നാച്ചുറൽ സെൽഫ് കൊണ്ടുവരും എന്നുള്ളൊരു സംഭവം. സ്ക്രിപ്റ്റിനെക്കാട്ടിലും എനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്തുള്ള പെർഫോമൻസ് ആയിരുന്നു. ഹ്യൂമർ എലമെന്റും കുഴപ്പമില്ലായിരുന്നു. വെരി ഗോർജിയസ് കപ്പിൾ, രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദാറ്റ്. ആൻഡ് ഇദ്ദേഹം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കോമഡി കിങ് ആണല്ലോ. സോ ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ക്യൂട്ട് ടു സീ യു ബോത്ത്. ഓക്കെ, അപ്പൊ മീത്തിന്റെയും മെറിയുടെയും ഈ ഒരു പെർഫോമൻസിന് എത്രയാണ് മാർക്ക്? 3 ക്രൈറ്റീരിയയാണ്: പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ഹ്യൂമർ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ്. ഹ്യൂമർ എലമെന്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ വർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. നിങ്ങൾക്ക് 10 മാർക്ക് തരുന്നത്. ഞങ്ങൾ തരുന്ന മാർക്ക് 7.5 ആണ്. അപ്പൊ മീത്തിന് മെറിക്കും ഒരു ഉഗ്ര കൈഡി. ജീവ എന്തോ അപ്പൊ നമ്മളുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മുടെ ഷോയുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയാണ്. അതെ, സീരിയസ് ആവുന്നുണ്ട്. തമാശകൾ നമ്മൾ വിടുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും ഇവരുടെ പെർഫോമൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഞങ്ങൾ ഒരു പ്രിവിലേജ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് എന്താണ് എന്നുള്ളത് ഒക്കെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാർ കപ്പിളിനെ തെരഞ്ഞെടുക്കാൻ പോകാം. നിങ്ങൾ എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ്. എക്സാക്ട്ലി. അപ്പോ ഇന്ന ആളാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് തെരഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ജീവ, നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവര് തന്നെ തെരഞ്ഞെടുക്കട്ടെ ഇവരുടെ കൂട്ടത്തിൽ ആരാണ് സൂപ്പർ സ്റ്റാർ കപ്പിൾ. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത്, നമുക്ക് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാലോ? നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കാം, നമുക്ക് നോമിനേറ്റ് ചെയ്യിപ്പിക്കാം. അതായത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യില് നമ്മളൊരു നോമിനേഷൻ പേപ്പർ തരും. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകുക. ആരാണോ സ്വയം നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത്, ഏത് കപ്പിളിനെയാണോ നോമിനേറ്റ് ചെയ്യുന്നത്, ആ കപ്പിളിന് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും എല്ലാ കപ്പിൾസിനും. ഇതിൽ നിന്ന് നമ്മളൊരു സൂപ്പർ സ്റ്റാർ കപ്പിളിനെ തെരഞ്ഞെടുക്കും. ആ സൂപ്പർ സ്റ്റാർ കപ്പിളിന് ഒരു കിടിലൻ പ്രിവിലേജ് ഉണ്ടാവും. നേരത്തെ GP പറഞ്ഞു. ആ പ്രിവിലേജ് എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം റിവീൽ ചെയ്യുന്നത്. അത് വഴിയെ പറഞ്ഞുതരാം. അതിപ്പോ നിങ്ങൾക്ക് നോമിനേഷനുള്ള സമയമാണ്. അതിനുള്ള സാധന സാമഗ്രികൾ ഞങ്ങൾ തരാം. അപ്പൊ നമ്മള് നോമിനേഷനിലേക്ക് കടക്കാൻ പോവാണ്. ഇതാണ് നോമിനേഷന്റെ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പേരെഴുതുക, നിങ്ങളുടെ പേരെഴുതുക. അത് കഴിഞ്ഞ് 8 കപ്പിൾസിന്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളല്ലാതെയുള്ള ബാക്കി 7 പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് ഇവിടെ മൈ വോട്ട് എന്ന് എഴുതിയേക്കുന്ന സ്പേസിൽ ടിക്ക് ചെയ്യാം. ഓൾസോ പെർസെന്റേജ് അല്ല ഇഷ്ടം. കഴിഞ്ഞിട്ട് പേപ്പർ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ പേപ്പർ ഈ ബൗളിൽ എടുത്തിടും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു കപ്പിളിനെ നോമിനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പിളിനെ നോമിനേറ്റ് ചെയ്യും. ആ കപ്പിളിന് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഈ പ്രിവിലേജ് ഫോർ എവർ ആയിരിക്കത്തില്ല. ഒരു 2 ആഴ്ചക്കുള്ള ഒരു പ്രിവിലേജ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ കപ്പിളിന് 2 ആഴ്ചയായിരിക്കും ആ പദവിയിലിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. ഓക്കെ. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ കപ്പിളിനെ മാത്രമേ ഈ ഒരു നോമിനേഷനിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യാതെ ഫില്ല് ചെയ്തോ, എന്നിട്ട് അത് മടക്കി കൈവച്ചോ. എല്ലാവരുടെയും നോമിനേഷൻസ് ഇതിലുണ്ട്. അപ്പൊ ആ നോമിനേഷൻസ് നമ്മൾ എന്താണ്, ആരാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രിവിലേജ് എന്താണെന്നുള്ളത് പറയാം. ഈ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആരാണോ അവർക്ക് ഞങ്ങൾ ജഡ്ജസിനുള്ള ചില പ്രിവിലേജസ് ഞങ്ങൾ നിങ്ങൾക്കും തരാൻ പോവുകയാണ്. ഈ സൂപ്പർ സ്റ്റാർസിന് ഇനി മുതൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ നിങ്ങൾക്കുമായിട്ട് തരികയാണ്.
ഈ സൂപ്പർ സ്റ്റാർ കപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു സ്പെഷ്യൽ ഒരു സീറ്റ് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ജഡ്ജിങ് പാനൽ വരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ ഗാലറി. അപ്പോ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്കുള്ള സൂപ്പർ സ്റ്റാർ കപ്പിൾസിനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രേക്ഷകർക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഫ്ലോറിലേക്ക് 2 കൈയും നീട്ടി നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. അവൾക്ക് നമ്മൾ ഓൾറെഡി ഒരു ചലഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അടിപൊളി വീഡിയോ, ഭാര്യയും ഭർത്താവും ചേർന്നിട്ടുള്ള ഒരു വീഡിയോ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ അയച്ച് നമ്മൾ ബെസ്റ്റ് നോക്കി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ വേദിയിൽ നിങ്ങൾക്ക് വന്ന് ഓൾറെഡി ഇവിടെയുള്ള ഈ 8 വൈറൽ കപ്പിൾസിന്റെ കൂടെ ഏറ്റുമുട്ടാൻ ഒരു അവസരം. ശരിയാണ്, ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഈ വരുന്ന ആരെങ്കിലും ചിലപ്പോ സൂപ്പർ സ്റ്റാർ കപ്പിൾ ആയെന്നും ഇരിക്കാം. അതെ. ഓക്കെ, അപ്പോ GP എല്ലാവർക്കും ബൈ. നമ്മൾ അടുത്ത ആഴ്ച ഈ ഗാലറിയിലേക്കുള്ള ആളെ തെരഞ്ഞെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോ ദിസ് ഇസ് ബൈ ഫ്രം ജീവ and Aparna, Cutie the Beauty Soap and BS Vinoni Hair Color Shampoo Co presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints and special partner Soapy. Good night.